ഓർക്കിഡ്സിനോട് ഒരു പ്രത്യേകത സ്നേഹം തന്നെ എനിക്കും അമ്മയ്ക്കും ഉണ്ട്. കാരണം ഞങ്ങളെ വീട്ടിൽ ഒരു 5-6 കൂടുതൽ വെറൈറ്റി ഓർക്കിഡ്സ് ഉണ്ട്. ഞങ്ങളുടെ വീട്ടിലെ പറമ്പിലെ മരം മുറിച്ചതിനെ തുടർന്ന് ഞങ്ങൾക്ക് റീപോർട്ട് ചെയ്യേണ്ടി വന്നു. പിന്നെ പലതിലും ചകിരിയുടെയും എല്ലാം പോയായിരുന്നു. 1 ഇയറായി ഞങ്ങൾ ഇത് റീപോർട്ട് ചെയ്തിട്ടും മരത്തിനോട് ചേർത്ത് കെട്ടി വെച്ചിട്ടും അതിനുശേഷം ഇതിനിടേണ്ട ഉരം എന്താണ്, വളം എന്താണ് ഇടേണ്ടതെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട്. ആ ഒരു ഇതിലാണ് ഞങ്ങൾ ഇതൊക്കെ നട്ടു വെച്ചത്. ആക്ച്വലി എനിക്കറിഞ്ഞൂടെ ഇതിനെന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നതെന്ന്. അപ്പോഴും അമ്മ പറയും ചകിരി വേണം, പിന്നെ നമ്മുടെ ചുടുകട്ട അല്ലെങ്കിൽ ഓടിൻ്റെ കഷ്ണം, പിന്നെ കരിക്കട്ട ഇതൊക്കെ വേണമെന്ന് പറയാറുണ്ട്. കരിക്കട്ട എടുത്തു വെച്ചിരുന്നത് പൊടിഞ്ഞ് മണ്ണായിപ്പോയി, ഒരുപാട് നാളെടുത്ത് വെച്ചിരുന്നത് കാരണം. അതുകൊണ്ട് കരിക്കട്ട ലേശം പോലും ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ചുടുകട്ടയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ച്. പിന്നെ ചകിരി ഉണ്ടായിരുന്നു, ചകിരിയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ചെടി ഒന്ന് റീപോർട്ട് ചെയ്തു. റീപോർട്ട് ചെയ്തപ്പം തന്നെ ചെടിക്കൊക്കെ പകുതി ജീവൻ വന്നെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയ്ക്ക് പിന്നെ ഒരു ജീവൻ വന്ന പോലെയാണ്. നിങ്ങൾക്ക് ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെ ശോഷിച്ചു പോയി ഈ ചെടികളെന്ന്. കാരണം ഞങ്ങൾക്ക് ചെടി എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് ചെടികളുണ്ട്. ഇപ്പോൾ ഈ ഡിസംബർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എല്ലാത്തിലും പൂക്കൾ വരുന്ന ഭയങ്കര കുറവാണ്. പിന്നെ ഇലയൊക്കെ കൊഴിഞ്ഞ് ഒരുമാതിരി ശോകമായിട്ട് നിൽപ്പുണ്ട്. അതൊക്കെ എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന വളങ്ങളും എല്ലാം ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എങ്കിലും അതൊരു പുഷ്ടി ഇല്ലാതെയാണ് ഇരിക്കണത്. അങ്ങനെ ഞാൻ 5 ഓർക്കിഡ്സ് റീപോർട്ട് ചെയ്തു. ഇതിൻ്റെ ഒന്നും പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിന് എന്തൊക്കെ വളം ഇടാൻ എന്നറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.